സ്തോത്രം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡാണിത്. സ്തോത്രം. കുരുടന്മാരായ വഴികാട്ടികളെ. വേദപുസ്തകത്തിൽ ശാസ്ത്രിമാരെയും പരീശന്മാരും മോശയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണം ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കേണ്ട ഈ പ്രബുദ്ധരായ പുള്ളികള് കുരുടന്മാരായ വഴികാട്ടികളായിപ്പോയി. കുരുടന്മാരും മൂഢന്മാരുമായുള്ളവരെ. കുരുടൻ കുരുടനെ വഴികാട്ടുന്നു. കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ എന്താ സംഭവിക്കും? ഇരുവരും കുഴിയിൽ വീഴും. ഏതാണ് ഈ കുഴി? നരകക്കുഴി. ഇത് കുറഞ്ഞൊരു ദൂരല്ല പ്രസംഗിക്കാനാ. ഇത് പ്രസംഗിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും കൊണ്ട് സ്വോത്രാഴ്ച തരുമോ? നമുക്ക് ഒരുത്തനും സ്വോത്രാഴ്ച തരത്തില്ല. ഈ പ്രമാണം അനുസരിക്കാത്തതിൻ്റെ ഒരു സ്വോത്രാഴ്ചയും നമുക്ക് വേണ്ട. എൻ്റെ പോളിസിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ പ്രമാണം അനുസരിക്കുന്നവർ തരുന്ന സ്വോത്രാഴ്ച സന്തോഷത്തോടെ സ്വീകരിക്കും. അല്ലാത്തതൊക്കെ റിജക്റ്റ് ചെയ്യും. കൊണ്ടുപോയ കയ്യോ കാലോ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുക. എനിക്ക് വേണ്ട. എനിക്കൊരു പുതിയ തീരുമാനം കർത്താവ് വന്നതാണ്. വേറെ കാലം കൂലിക്ക് ആ വാക്യം എൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുമില്ല. വേലക്കാരൻ നിൻ്റെ കൂലിക്ക് യോഗ്യൻ. അതാത് സമയങ്ങളിൽ കാക്കയെ കൊണ്ടും വിധവമാരെ കൊണ്ടും ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തുന്നു. പ്രിയമുള്ളവർ, അതുകൊണ്ട് എനിക്ക് ആരുടെയും ശിപാർശ വേണ്ട ഇത് പ്രസംഗിക്കാൻ. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ കർത്താവിൻ്റെ സ്തോത്രം ശിപാർശ മാത്രം മതി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. സുവിശേഷത്തിന് 2 ഭാഗമുണ്ട്. 1-ാമത്തെ ഭാഗം, മറ്റൊരുത്തരിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തേക്ക് ഭൂമിയുടെ നൽകപ്പെട്ട വേറെ നാം. സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം. അത് പ്രസംഗിച്ച് പാപികളായ മനുഷ്യരെ രക്ഷപ്പെടുത്തി, രക്ഷിക്കപ്പെടുത്ത സഭയെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി അഭിഷേകത്തിലേക്കും വേർപാടിലേക്കും അവരെ നടത്തി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം ഭക്തിക്കൊത്ത് ഉപദേശം പ്രസംഗിച്ച് സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം പ്രസംഗിച്ച് അവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ള സുവിശേഷത്തിൻ്റെ പാർട്ട് 1, പാർട്ട് 2 പിതാക്കന്മാർ പഠിപ്പിച്ച പഠനമാണ്. ഇന്നാരും അതൊന്നും പറയുന്നില്ല. സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവർക്കും സുവിശേഷം പ്രസംഗിക്കണം. പ്രസംഗിച്ചോ കുഴപ്പമില്ല. സുവിശേഷം പ്രസംഗിച്ച് രക്ഷിക്കപ്പെട്ട് വരുന്നവനെ അപ്പോസ്തലന്മാരുടെ ഉപദേശം, പഥ്യോപദേശം പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൽ അളവിലേക്ക് നടത്തി അവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ള സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം, ഘനമായ ഭാഗം. അതിനെ പൗലൂസ് പഠിപ്പിച്ച ഒരു പദമാണ് പഥ്യവചനം, പഥ്യോപദേശം, ഉപനിധി, രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. അത് യാക്കോബിൻ്റെ പഠിപ്പിക്കലേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്കൊത്തുപദേശം, അത് പൗലൂസിൻ്റെ പഠിപ്പിക്കലേ. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, അത് യാക്കോബിൻ്റെ പഠിപ്പിക്കലേ. തമ്മിൽ ഭാരങ്ങളെ ചുവപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ എന്ന് പൗലൂസിൻ്റെ പഠിപ്പിക്കലേ. ഈ അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ നമ്മൾ പഠിപ്പിച്ച് സഭയെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നില്ലെങ്കിൽ എന്നാ ശുശ്രൂഷ ചെയ്യുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. പുതിയ നിയമസഭയുടെ ഉപദേശം പ്രസംഗിച്ച് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി എന്ന് മലയാളം. അതിൻ്റെ KJV ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. ആരാണ് പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാർ? ഏബിൾ മിനിസ്റ്റേഴ്സ്. അതാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളിൽ പലരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒന്നും പ്രസംഗിക്കാനില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക, രക്ഷയിലേക്ക് നടത്തുക, അവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക, അവരെ ദൈവരാജ്യത്തിൻ്റെ അംശങ്ങളാക്കി മാറ്റുക, അവരെ സ്വർഗരാജ്യത്തിൻ്റെ അംശങ്ങളാക്കി മാറ്റുക. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഇതെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചിലർ അനാഥശാല നടത്തുക, പലര് പിന്നെ വൃദ്ധസദനം നടത്തുക. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഉദ്ദേശശുദ്ധി എന്താ? ഞങ്ങളുടെ എറണാകുളത്തൊരു വലിയൊരു മെഗാ ചർച്ചുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. വെറും 53 വയസ്സിലെങ്ങാണ്ട്, 52-50 വയസ്സിലും ഭൂമിയിൽ നിന്ന് മരിച്ചുപോയി. ഞങ്ങളുടെ ഉപദേഷ്ടാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്നൊരു സംഭവമാണ്. നിങ്ങളെല്ലാവരും കേൾക്കണോ? ഈ പാലാരോട്ടത്തുണ്ടായിരുന്ന ഗോസ്പൽ സെൻറ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ്. ഭൂലോക തരികിടയായിരുന്നു. എനിക്കത് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചർച്ച ഇയാൾ ലോകം മുഴുവൻ പോയി ഫണ്ട് റൈസ് ചെയ്തൊരു ചർച്ച ഉണ്ടാക്കി ഞങ്ങളെ വൃദ്ധനായ ഉപദേഷ്ടാവിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു. ഉദ്ഘാടനം ചെയ്യിച്ചപ്പോൾ അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു പദം പറഞ്ഞു. സ്റ്റേറ്റ് ഫോർവേഡായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പുള്ളി പറഞ്ഞത്. പുള്ളി പറഞ്ഞു, ബഹുമാനപ്പെട്ട ഈ പാസ്റ്റർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞ് അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുത്തി, പറയുമ്പോൾ പലർക്കുമൊക്കെ മനസ്സിലാവും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഒരു ഹോളുണ്ടാക്കി ഇവിടെ. നല്ലൊരു ഹോളാണ്. ബൈബിൾ കോളേജ് പോലെ പഠിക്കാനുള്ള
സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കി, നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി, കാർ പോർച്ച്, ബൈക്ക് വെക്കാനുള്ള പോർച്ച് എല്ലാം ഉണ്ട്, നല്ല കാര്യമാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്നാണ് ദൈവം നോക്കുന്നത്. ഈ ഒരൊറ്റ വാക്ക് ഈ ദ്രവ്യാഗ്രഹിയായ പാസ്റ്ററിനെ തകർത്ത് തരിപ്പണമാക്കി. ഇയാൾ വയലൻ്റ് ആകാൻ തുടങ്ങി. ശാന്തമായിട്ട് അവിടെ ഇരുന്നു. ഈ വയസ്സനായ 94-കാരനായ പാസ്റ്ററെ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞു വിടാമെന്നും പിന്നെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ തമ്പുരാൻ ദയിപ്പിച്ചു കളയും ഇയാളെ. കാരണം അതുകൊണ്ട് ശാന്തമായിട്ട് അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ പറയാൻ തുടങ്ങി, ഇവിടെ ഒരു വയസ്സൻ ഇറങ്ങി എല്ലാവരെയും പാസ്റ്റർമാരുടെ തൊപ്പി തെറിപ്പിക്കാനായിട്ട് ഒരു വയസ്സൻ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ അപ്പച്ച ഇങ്ങനൊരു വിഷയം പുള്ളി പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു. ഈ തൊപ്പി തെറിപ്പിക്കാനായിട്ടൊരു പാസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അത് പാസ്റ്റർ പറഞ്ഞതിൻ്റെ വിഷയത്തെയൊക്കെ പുള്ളി കണ്ണിച്ച് സംസാരിക്കുകയും അവന് തൊപ്പി തെറിക്കട്ടെ, എന്തിനാണ് പാസ്റ്ററിന് തൊപ്പി? പാസ്റ്ററിന് എന്തിനാണ് തൊപ്പി? അച്ഛന്മാരല്ലേ തൊപ്പി വെച്ച് നടക്കുന്നത്, ഇയാളെന്തിനാ തൊപ്പി വെച്ച് നടക്കുന്നത്? രാജാക്കന്മാരെ പോലെ ചമ്പ്ര മത്സരത്തിൽ നിന്ന് വാഴുന്നവർ അച്ഛന്മാരല്ലേ തൊപ്പി വെച്ച്, ചുമന്ന തൊപ്പി, കറുത്ത അതൊക്കെ വെച്ചോണ്ട് നടക്കുകയല്ലേ? ഭദ്രാസനത്തിലിരുന്ന് വാടിയല്ലേ, ഇയാൾക്ക് എന്തിനാ തൊപ്പി? ഇയാൾ കർത്താവിൻ്റെ ദാസനായിരിക്കേണ്ട ആളല്ലേ? ചുരുക്കി പറഞ്ഞാൽ 6 മാസത്തിന് മുമ്പ് കാലയവനിക്കുള്ളിലേക്ക് പോയി ഈ മനുഷ്യനെ ദൈവം പണിഷ്മെന്റ് കൊടുത്തു എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്. കാരണം വിശുദ്ധനായ നിർമ്മലനായ ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ തേജോവധം ചെയ്താൽ എന്ത് സംഭവിക്കുന്നറിയാമോ? അവസാനം അവർക്കത് ശിക്ഷയായിട്ട് കാരണം പോയി. ഞാൻ ഇത് ഒരു കാര്യം മാത്രമല്ല, ഒത്തിരി പേരോട് പുള്ളി വചനം പറഞ്ഞവരെ എതിർത്തവരെല്ലാം ദൈവം കണക്കിന് ബാലശിക്ഷ കൊടുത്തിട്ടുണ്ട്. ആ ബാലശിക്ഷയിൽ ഒരു മടങ്ങി വന്നില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം. ബാലശിക്ഷ കൊടുക്കുന്നത്, അശുഭോനല്ല കൊടുക്കുന്നത്. ആ ബാലശിക്ഷയിൽ ചിത്തന്ന് തിരുത്തണമായിരുന്നു. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. കാരണം ഇദ്ദേഹം കാശുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, കോടികളുടെ വിലയുണ്ട്. ഇന്നും അത് അനാഥമായിട്ട് കിടക്കുക. അത് ബാംഗ്ലൂരുള്ള കുറേ ദുരുപദേശികൾ വന്ന് വാങ്ങാൻ വേണ്ടി വില പറഞ്ഞിട്ടിരിക്കുകയെന്ന് എൻ്റെ ജ്യേഷ്ഠൻ കഴിഞ്ഞ ദിവസം എന്നോട് പറയാനിടയായി. കാരണം അവരോട് വരാതിരിക്കട്ടെ, ഊത്തും ചീറ്റും ഒക്കെ നടത്തുന്നവന്മാരാ. ഈ പട്ടണം നശിപ്പിക്കാനായിട്ട് സ്വന്തം അവർ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിർമ്മലമായ ദൈവവചനം പ്രസംഗിച്ച് ദൈവസഭയെ ആര് നടത്തിയാലും അവരോട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ല. അല്ലാതെ വചനത്തെ കോട്ടിക്കളയുന്നവർ, കൂട്ടിച്ചേർക്കുന്നവർ, മറിച്ചു കളയുന്നവർ ദേശത്ത് വന്നാൽ ആ ദേശം ശാപഗ്രസ്തമാകും, യാതൊരു സംശയവും ഇല്ല. നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു മീറ്റിംഗ് നടത്തി, കഞ്ഞിക്ക് വകയില്ലാത്തവൻ. ഇന്ന് ആരാന്നറിയാമോ? അദ്ദേഹം കോടീശ്വരനാണ്, കോടീശ്വരൻ. ഇന്നും ആ ദുരുപദേശം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ അതിനെ നാഗശികാന്തം എതിർത്തുകൊണ്ടിരിക്കുക. കാരണം ദൈവവചനത്തെ കോട്ടിക്കളയാൻ, കൂട്ടിച്ചേർക്കാൻ, മറിച്ചു കളയാൻ ദൈവം ആരെ അനുവദിച്ചിട്ടില്ല. അങ്ങനെ കോട്ടിക്കളയുന്നവരെ, കൂട്ടിച്ചേർക്കുന്നവരെ, മറിച്ചു കളയുന്നവരെ ദൈവവചനം കൊണ്ട് തന്നെ കണ്ണിച്ച് അത് തെറ്റായ ഉപദേശമാണെന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുക. അത് തല പോകുന്നവരെ ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇരുട്ടിൽ കിടക്കുന്ന ആൾക്കാരുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് പാടില്ല. ഇരുളുമായിട്ട് നമുക്കൊരു കൂട്ടായ്മയില്ല. അതെവിടെ യോഹന്നാൻ പഠിപ്പിക്കുന്നത്? സ്തോത്രം. നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് മടങ്ങി വന്ന് നമുക്ക് ഉപസംഹാരത്തിലേക്ക് പോകാം. സ്തോത്രം. വായിച്ചാട്ട് അതിൻ്റെ 6-ാമത്തെ വാക്യം. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും, അപ്പൊ ഇരുട്ടിൽ നടക്കുന്നവരുമായിട്ട് കൂട്ടായ്മ പാടില്ല. ദൈവവചനത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ച് നടക്കുന്നവർ ഇരുട്ടിൽ നടക്കുന്നവരാ. പ്രമാണം ലംഘിക്കുന്നവർ ഇരുട്ടിൽ നടക്കുന്നവരാ. ഇരുട്ട് എന്തിനെ കുറിക്കുന്നു? ഇരുട്ട് സാത്താനെ കുറിക്കുന്നു. വെളിച്ചം ക്രിസ്തുവിനെ കുറിക്കുന്നു. വെളിച്ചം ക്രിസ്തുവിനെ കാണിക്കുന്നു, ഇരുട്ട് സാത്താനെ കാണിക്കുന്നു. ഇരുട്ടിന്റെ പ്രവൃത്തികൾ സാത്താന്റെ പ്രവൃത്തികൾ, വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ. ഇത് വചനത്തിലൂടെ തരം തിരിച്ചു പഠിക്കണം നമ്മൾ. സ്വത്രം. സത്യം, നീതി, പരിജ്ഞാനം, വിശുദ്ധി, സ്നേഹം ആദ്യായവ ഇരുട്ടിന്റെ പ്രവൃത്തികളാണ്. ഇത് വിട്ട് വചനത്തെ കോട്ടിക്കളയുമ്പോൾ, കൂട്ടിച്ചേർക്കുമ്പോൾ, മറിച്ചു കളയുമ്പോൾ അത് ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യുന്നവരാ. ഞാൻ ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും അവരുടെ വിശ്വാസികളെയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരെണ്ണം കൃപയാൽ വേദപുസ്തകത്തിന്റെ ABCD അറിയത്തില്ല. ഒരു 10 ചോദ്യം വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ എടുത്ത് ചോദിച്ചാൽ അവർ പറയത്തില്ല. ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയുക. അതുകൊണ്ട് പറയുക. ചുമ്മാ പറയുകയല്ല, പറയത്തില്ല. അവരെന്തെങ്കിലും ഉടായ്പ പറഞ്ഞ ഒരു സ്ഥലം വിട്ടുകളയും. എനിക്കൊരു കോൾ വന്നുകൊണ്ടിരിക്കുന്നെന്ന് പറയും. ഒന്നുമില്ല, ഫോണിലൊരു കോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പോകട്ടെ എന്നും പറഞ്ഞ് അത് പൊക്കളയാവും, രക്ഷപ്പെട്ട് കളയും. അവർക്ക് അറിയത്തില്ല. കാരണം വേദപുസ്തകം വായിച്ച് പഠിപ്പിക്കുന്നില്ല. റോമാസഭയെ ഉപദേശം പഠിപ്പിച്ചതുപോലെ സഭകളെ ഉപദേശം പഠിപ്പിക്കേ, അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിക്കേ, ഇരുട്ടിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലാക്ക്.
നാഫ്താലി, ഗലീല, സെബുലൂൻ ദേശം ഇരുട്ടിൽ കടന്നവരെ കർത്താവ് വെളിച്ചത്തിലേക്ക് നടത്തിയില്ലേ? എല്ലാവരും അല്ല, കർത്താവിന്റെ വചനം വിശ്വസിച്ച കർത്താവിന്റെ ശിഷ്യന്മാരായ മുക്കോന്മാർ വെളിച്ചത്തിനായില്ലേ? എത്ര പേരെ ലോകത്തിലേക്ക് അയച്ചത് കർത്താവ്? ഈ 12 പേരെ ഈ ലോകം മുഴുവൻ അയച്ച് വെളിച്ചത്തിന്റെ സന്ദേശം ദൂതുവാഹികളാക്കി മാറ്റിയില്ലേ? ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ക്രിസ്ത്യാനികളല്ലേ? അല്ല, മുസ്ലിങ്ങളാണോ? ക്രിസ്ത്യാനികളല്ലേ? ആണ്. പക്ഷെ ഗുണമില്ലാത്ത ക്രിസ്ത്യാനികളാണെന്നുള്ള പ്രത്യേകത. എന്താ കാര്യം? ശരിയായ വെളിച്ചം പകർന്നു കൊടുക്കുന്നില്ല. ഈയിടയ്ക്ക് ആരെണ്ണം പറയണ്ടേ, ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്രവകാരികൾ ക്രിസ്ത്യാനികളാണെന്ന്. 100% ശരിയാ. അവർ മനുഷ്യനെ കൊല്ലാനായിട്ട് അവരാണ് ഏറ്റവും മുമ്പന്തി നിൽക്കുന്നത്. ഇസ്ലാമികൾ നിൽക്കുന്നെങ്കിൽ അവർക്ക് പ്രമാണമില്ലെന്ന് വെക്കാം. മുഹമ്മദ് നബി എഴുതി വെച്ച കുറെ പൊട്ടത്തരങ്ങളെ അനുകരിച്ച് പോകുന്നവർക്ക് വെളിച്ചത്തിലുള്ളവരായിട്ടില്ല. ക്രിസ്തുവിന്റെ പ്രമാണം ഉണ്ടെന്നും ബൈബിൾ കയ്യിലെടുത്തു പ്രസംഗിക്കുന്ന പാസ്റ്റർമാർക്ക് വെളിച്ചത്തിന്റെ ഫലമുണ്ടോ? അല്ലല്ല. ഞങ്ങളുമൊക്കെ അങ്ങനെ ജീവിച്ചിരുന്നവരായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല. കാരണം ഈ വെളിച്ചത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ വെളിച്ചത്തിൽ നടക്കുക തന്നെ ചെയ്യണം. ഇരുളിന്റെ പ്രവൃത്തികൾ പാടില്ല, കപടഭക്തിയുടെ മുഖങ്ങൾ പാടില്ല. അല്ലല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം വെളിച്ചത്തിന്റെ മക്കളാകുന്നു. വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ വേണം നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരുവാൻ. വെളിച്ചത്തിൽ എന്തുണ്ടെന്നാ എഫേസ് ലേഖനം പഠിപ്പിക്കുന്നത്? വെളിച്ചത്തിന് ഫലമുണ്ടെന്ന് എഫേസ് ലേഖനം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അത് ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ചിരിക്കുക. വെളിച്ചത്തിന് ഫലമുണ്ട്. വെളിച്ചത്തിന് ഫലം എഫേസ് ലേഖനം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 5-ാം അധ്യായം. നേരത്തെ വായിച്ചതാണ്. മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിന് വെളിച്ചമാവുന്നു. 5:8 മുതൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളണം. അപ്പോൾ ഇരുളായിരുന്നവർ വെളിച്ചത്തിലായി കഴിയുമ്പോൾ പിന്നെ വെളിച്ചത്തിൻ്റെ മക്കളായി, പിന്നെ കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ ഇരുട്ടിലേക്ക് പോകും. ഇരുട്ട് സാത്താനാ. വെളിച്ചത്തിൽ വന്നവരെ ഇരുളിലേക്ക് കൊണ്ടുപോകാനാ സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മിസ്രൈമിന്ന് പാട്ടും പാടി പുറപ്പെട്ടവരെല്ലാം മരുഭൂമി ഒടുങ്ങിപ്പോയില്ലേ? അതുപോലെ ഈ ലോകത്തിലെ ദൈവമക്കൾ ജീവിച്ച് അങ്ങോട്ടാ പോകുന്ന ഇരുട്ടിലേക്കല്ലേ? സ്തോത്രം. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. കേട്ടോ, സകല സൽഗുണവും നീതിയും. അപ്പൊ സത്യമില്ലാത്തവരൊക്കെ, നീതിയില്ലാത്തവരൊക്കെ, സൽഗുണമില്ലാത്തവരൊക്കെ വെളിച്ചത്തിന്റെ ഫലമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇരുട്ടിന്റെ നിഷ്കള പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അടുത്ത ശാസിക്കുമ്പോഴോ സകലത്തെക്കുറിച്ചും വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എന്തൊരു ഭയങ്കര വാക്യമാണ്. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം ആത്മീയ ഗോളത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ആരുടെ ഇടയിലാണ് ഉറങ്ങുന്നത്? അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവിടെ എഴുന്നേൽക്കുക. ആത്മീകമായി മരിച്ചു കിടക്കുന്ന, ആദാമ്യ പാപനിമിത്തം മരിച്ചു കിടക്കുന്ന സകലമാന ജാതികളുടെ ഇടയിൽ വെളിച്ചം കിട്ടിയെന്ന് അവകാശപ്പെടുന്ന പെന്തക്കോസ്തുകാര് ആത്മീക ഉറക്കത്തിൽ കിടക്കുകയാണ്. ഈ ദൂത് കേൾക്കുന്ന നിങ്ങൾ ആ ഉറക്കത്തിലാണെങ്കിൽ സടകുടഞ്ഞെഴുന്നേറ്റ് വെളിച്ചത്തിന്റെ സാക്ഷികളാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്ക. അങ്ങനെ മരിച്ചവരുടെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യും? ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എങ്ങനെയായി പ്രകാശിക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ ചന്ദ്രന് പ്രകാശമില്ലെന്നാ പറയുന്നത്. ശരിയാ. പ്രകാശം പരത്തുന്ന ഒരു ഗോളം ഭൂമി സൂര്യനാ. ഈ സൂര്യൻ പ്രകാശം ചന്ദ്രനിലേക്ക് വന്നിട്ട് ചന്ദ്രൻ പ്രകാശം കൊടുക്കുക എന്നതുപോലെ ക്രിസ്തുവാകുന്ന വെളിച്ചം ഒരു പാപിയായ മനുഷ്യൻ ആ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ ആത്മീക വെളിച്ചത്തിലേക്ക് വരിക. ആ വെളിച്ചത്തിലേക്ക് വന്നിട്ട് അവൻ പിന്നെ മറ്റിരുളിൽ കിടക്കുന്നവർക്ക് എന്ത് ചെയ്യണം? പ്രകാശം കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. അത് നടക്കുന്നില്ലെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ചുമ്മാ പാട്ടും പാടി പുട്ടു പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മുഖാന്തരം ഒരു വ്യക്തിയെങ്കിലും വെളിച്ചത്തിലേക്ക് വരണം. ഒരൊറ്റ വ്യക്തി, ഒരൊറ്റ സിംഗിൾ പേഴ്സൺ വെളിച്ചത്തിലേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ കൊണ്ട് എന്ത് പ്രയോജനം?
ചിന്തിക്കാതെ ദൈവമക്കളെ. ഹല്ലേലൂയ. അനേകർ വെളിച്ചത്തിൻ്റെ മക്കളായി തീരുമ്പോഴല്ലേ നമുക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം എന്തെങ്കിലും കിട്ടുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ തരുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇവിടുത്തെ ചപ്പൻ ചവറിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാവരും. അതല്ല ദൈവമക്കളെ. ഫസ്റ്റ് ക്യാപ്റ്റൻ ശമൂൽ എപ്പോഴും പറയും, ദൈവമക്കൾക്ക് അനുഗ്രഹം ഇവിടെയില്ല. ഇവർക്ക് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഭാരങ്ങളും നെടുവീർപ്പുകളും അവസാനം തല പോകുന്ന അവസ്ഥ ഇവിടെ ഉള്ളൂ ദൈവമക്കൾക്ക്. യഥാർത്ഥ ദൈവമക്കളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. വ്യാജന്മാരുടെ കാര്യമില്ല. വ്യാജന്മാർക്ക് ഇവിടെ എല്ലാം ഉണ്ട്. യഥാർത്ഥ ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ ഒന്നും കിട്ടാനില്ല. അവർക്ക് ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ നടുവിൽ അവർ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിച്ച് അവസാന നിത്യതയിൽ ചെന്ന് ആ വലിയ സന്തോഷം, നിത്യമായ സന്തോഷം, രൂപാന്തര ശരീരം പ്രാപിച്ച് കോടാനുകോടി വർഷം യുഗായുഗം അവർ സ്വർഗത്തിൽ വെളിച്ചത്തിൻ്റെ മക്കളായി കർത്താവിനോടൊപ്പം, വെളിച്ചത്തിൻ്റെ കർത്താവിനോടൊപ്പം അവർ ജീവിക്കുക. അതാണ് അവരുടെ ജീവിതം. അതിൽ പരം ജീവിതം വേറെ ഒന്നുമില്ല കേട്ടോ. രൂപാന്തര ശരീരത്തിന് കിട്ടുന്ന ആ തേജസ്സിൻ്റെ അനുഭവം പോലെ ഒരു ശരീരം ഈ ലോകത്തിൽ ഒരു ശരീരത്തിനും കിട്ടാനില്ല. ലോകത്തിലേത് മനുഷ്യനായിക്കൊള്ളട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവൻ, ഗോത്രത്തിൽപ്പെട്ടവൻ, ഭാഷയിൽപ്പെട്ടവൻ, വംശത്തിൽപ്പെട്ടവൻ, ഏത് പണ്ഡിതനും പാമരനും കുചേലനും കുബേരനുമായിക്കൊള്ളട്ടെ, പ്രിയമുള്ളവരെ, ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. യേശു ക്രിസ്തുവിന് കിട്ടുന്ന സാദൃശ്യ ശരീരമായ രൂപാന്തര ശരീരത്തോട് തതുല്യം വയ്ക്കാൻ ഒരു വ്യക്തിത്വം ഈ ലോകത്തിൽ ഇല്ലവേ ഇല്ല. ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവിന് കിട്ടുന്ന രൂപാന്തര ശരീരം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതാ യോഹന്നാൻ പഠിപ്പിച്ചത്. നാം ഇന്നതാകും ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, 1 യോഹന്നാൻ 3:2 വാക്യം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി തീരുമെന്ന്. എൻ്റെ പൊന്നെ, യേശു ക്രിസ്തുവിന് കിട്ടുന്ന രൂപാന്തര ശരീരം ഈ ചാള പിടിച്ചു കിടന്ന പത്രോസിനും യോഹന്നാനും യാക്കോബിനും കിട്ടുമെന്ന് അവർ പറയണത്. നമുക്കെല്ലാം ശരീരം കിട്ടാൻ പോണേ? നമുക്കും അത് തന്നെ കിട്ടണം. അത് തന്നെ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി തന്നെ നമ്മൾ ഓടണം. അതുകൊണ്ട് അവർ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതെന്ന് എഴുതുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാണ്. നമുക്കും പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അവരോട് കൂട്ടായ്മ നമുക്കുണ്ടാകുക. അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് കിട്ടുക. അതല്ലേ എഫേസ്യ ലേഖനം 3:6 പറയുന്നത്, ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ. അടുത്ത് ഏക ശരീരസ്ഥർ. അടുത്ത് എൻ്റെ ദൈവമേ, അതൊന്ന് പറഞ്ഞല്ലോ, 100 മാർക്ക്. സ്തോത്രം. ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളികൾ. സ്തോത്രം, സ്തോത്രം. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം ലഭിക്കേണ്ടവരാണ് പെന്തക്കോസ്തുകാർ. കിട്ടുമോ ഇത്? ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഓടുന്നത്. ഇവിടെ ഒന്നും കിട്ടാനില്ലപ്പാ, ഇവിടെ ഒന്നും കിട്ടാനില്ല. കഞ്ഞിക്കുള്ളതൊക്കെ ഇങ്ങനെ കിട്ടുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടും. ആ സന്തോഷം ഓർത്താണ് ജീവിക്കുന്നത്. ആ സന്തോഷം ഓർത്താണ് ജീവിക്കുന്നത്. ഏകദേശം 10-70 വയസ്സ് അടുപ്പിച്ചായി. ഇനിയുള്ള സന്തോഷം സ്വർഗത്തിൽ കിട്ടുന്ന ആ സ്വർഗീയ ശരീരം, രൂപാന്തര ശരീരം. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്നപ്പോൾ കർത്താവ് എനിക്കൊരു വചനം തന്നു. നാമ സ്തോത്രം പുനരുത്ഥാന പുത്രന്മാരാകാൻ പോകുകയാണ്. പുനരുത്ഥാനം പ്രാപിക്കുന്നവരെ. മരിച്ചു കഴിഞ്ഞാൽ ഉയർപ്പോ, ജീവനോടിരുന്നാൽ രൂപാന്തരമോ. പണ്ടൊരു വാസം ഒന്ന് പ്രസംഗിച്ച് ചർച്ചിൽ, നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും, നാം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അപ്പം എന്നെപ്പോലൊരു തിരുത്തലുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ. പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്ററേ, നമ്മുടെ കാര്യമല്ല പറയുന്നത്. അപ്പം പാസ്റ്ററിന് ആകെ ആശയക്കുഴപ്പമായി. നാം എല്ലാവരും രൂപാന്തരം എന്ന് ആൾക്കാരിങ്ങനെ വിരൽ ചൂണ്ടിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുള്ളി. അപ്പോൾ എന്നെപ്പോലെ ഒരുത്തം പറയും, നമ്മുടെ കാര്യമല്ലാതെ പറയുന്നത്. പൗലൂസും കൊരിന്ത് സഭയിലെ വ്യക്തികളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാസ്റ്ററിന് ഭൂതോദയുണ്ടായി. ഇൻ്റർനാഷണൽ പ്രാസംഗികനാണെന്ന് ഓർക്കണം, സെലിബ്രിറ്റിയാ. പെന്തക്കോസിനെ തലയെ പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്നവരാ. പെന്തക്കോസിൻ്റെ തീനാവാണെന്ന് പറയുന്ന പാസ്റ്റർ, പേര് ഞാൻ പറയുന്നില്ല, കേരളത്തെ കിടുകിട പറപ്പിച്ച മന്നനാ. അവസാനം ഒരു കൊച്ചു പാസ്റ്റർ പുള്ളിയുടെ വിക്കറ്റ് കൊണ്ടുപോയി. നാം അല്ല പാസ്റ്ററെ, അത് കൊരിന്ത് സഭയും പൗലൂസിനെ കുറിച്ച് പൗലൂസ് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്. നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും, നാം എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരും. 52 വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 15:52. സാധാരണ അടക്ക സമയത്ത് വായിക്കുന്ന വാക്യം അത്. ഞങ്ങളൊക്കെ സഭായോഗത്തിന് പ്രസംഗിക്കുന്ന ഭാഗങ്ങളാണ്. ഒട്ടും ചാകാൻ കാത്തിരിക്കാതെ പ്രസംഗിക്കാം. 15:52 മുതൽ
വായിച്ചേ പെട്ടെന്ന് വായിച്ച് നിർത്താം. അത് വായിച്ചങ്ങ് നിർത്താം, നമുക്ക് സമയം പോയി. ഹല്ലേലൂയ. 12:10 തീരും പ്രസംഗം. അടുത്ത് നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും. അവിടെ നിൽക്കട്ടെ, വായിക്കണേ. അപ്പൊ നാം എല്ലാവരും രൂപാന്തരപ്പെടും, നാം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ശരിയായി. കൊരിന്ത് ലേഖനത്തിലുള്ള വാക്യമാണ് ഇത്. ആരെക്കുറിച്ച് പറയുന്നു? കൊരിന്ത് സഭയിലെ വിശ്വാസികളും പൗലൂസും ആണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഞാൻ അതിനെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, കൊരിന്ത് സഭ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായതുപോലെ, അപ്പോസ്തലന്മാരെ പോലെ ആയതുപോലെ, പ്രമാണം പഠിച്ച് ക്രിസ്തുവിനെ അവരിൽ കാണാനിടയായതുപോലെ, ഞാനും നിങ്ങളും ആയിത്തീർന്നാൽ ആ ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ പട്ടികയിൽ നാം ഉണ്ട്, ആ രൂപാന്തരപ്പെട്ടുന്നവരുടെ പട്ടികയിൽ നാമുണ്ട്. അല്ലെങ്കിൽ നാം എവിടെ പോകും? നാം നരക കുഴി പോയി വീഴും. ചുമ്മാ അബദ്ധങ്ങളൊക്കെ വിളിച്ച് പറയാതെ, പൊട്ടത്തരം വിളിച്ച് പറയാതെ. വേദപുസ്തകം പ്രസംഗിക്കാൻ ഇന്ന് ഭൂമിയിൽ ആണില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമോ? വളരെ തുലോം ആൾക്കാർ മാത്രമേ ഉള്ളൂ. സത്യ വേദ പുസ്തകത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവർ. അതാ പൗലോസ് പറയുന്നത്, സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽക്കാൻ ശ്രമിക്കുക. യഥാർത്ഥമായി പ്രസംഗിക്കണം. പണത്തിനല്ല പ്രസംഗിക്കേണ്ടത്, കസേരയ്ക്കല്ല പ്രസംഗിക്കേണ്ടത്, പേരിനും പ്രശംസയ്ക്കല്ല പ്രസംഗിക്കേണ്ടത്, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രസംഗിക്കണം. നരക കുഴിയിലേക്ക് പോകുന്ന ജനത്തെ നിത്യതയിൽ എത്തിക്കാൻ വേണ്ടി പ്രസംഗിക്കണം. അതാണ് പ്രസംഗം. ഷോ കാണിക്കലല്ല, നമ്മുടെ കുറെ അറിവുകൾ കുടഞ്ഞിടുന്നതല്ല. തിയോളജിക്കൽ കോളേജിലൊക്കെ പോയിട്ട് ബൈബിളിൽ ബിബ്ലിക്കിനെ കുറിച്ച് പഠിക്കുന്നു, മറ്റ് ജനറൽ നോളജിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഹിന്ദുമതം, ഇസ്ലാം മതം, ജൈനമതം, ബുദ്ധമതം, ലോകത്തിലുള്ള മതങ്ങളെ കുറിച്ചെല്ലാം തലമണ്ടയിൽ പഠിച്ച് കയറ്റിയിട്ട് സഭായത്തിന് മുന്നിൽ ഇതെല്ലാം കൂടി കുടഞ്ഞിടുന്നതല്ല പ്രസംഗം. പ്രസംഗം എന്താ? ചാള പിടിച്ചേർന്ന പത്രോസിനോട് ചോദിക്കാം പ്രസംഗം എന്താണെന്ന്. പത്രോസ് പറയും. ഞാനത് അങ്ങനെ അങ്ങ് പറഞ്ഞ് നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുക. പത്രോസിൻ്റെ 1-ാം ലേഖനം എടുത്താട്ട് പത്രോസ് എന്താ പ്രസംഗം പത്രോസ് പറയും. പത്രോസിൻ്റെ ലേഖനം, ഹല്ലേലൂയ. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ, ആ വാക്യം വായിക്കാം. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഒന്ന് ഉറച്ചെന്ന് വായിച്ച്. ഇപ്പൊ തീരി 5 മിനിറ്റോട് തീരി. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ, ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തി. അപ്പൊ നമ്മുടെ പ്രാപ്തിയല്ല, നമ്മുടെ കുറെ അറിവുകൾ കുടഞ്ഞിടുന്നതല്ല, നമ്മുടെ കുറെ ജനറൽ നോളേജ് പഠിച്ചിട്ട് അത് പോയി സഭയെ വിളമ്പുന്നതല്ല പ്രസംഗമെന്ന്. ഞാൻ ചോദിക്കട്ടെ, സുവിശേഷ പ്രാസംഗികനാ 1-ാമത്തെ പ്രാസംഗികനാരാ? പറ, എനിബടി? പത്രോസാ. പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടെ പത്രോസാണ് തിരിച്ച് ആദ്യം പ്രസംഗിക്കുന്നത്. ചാള പിടിച്ചു കിടന്ന പത്രോസ്. ആ പത്രോസ് പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ 1-2 ലേഖനങ്ങൾ പുസ്തകത്തിൽ കിടപ്പുണ്ട്. പ്രവൃത്തി പുസ്തകത്തിൽ തൻ്റെ പ്രസംഗങ്ങൾ കിടപ്പുണ്ട്. ആ പ്രസംഗം വായിച്ചു പഠിച്ച പാസ്റ്റർമാരുണ്ടോ ഇന്നിവിടെ? വിശ്വാസികളുണ്ടോ ഇന്ന് ലോകത്ത്? ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ വായിച്ചു പഠിച്ചോണം. പത്രോസിന്റെ പ്രസംഗം വായിച്ചു പഠിക്കണം. ആ പത്രോസാ പറയുന്ന, ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തി. എനിക്ക് വചനം പ്രസംഗിക്കാനുള്ള കഴിവ് അറിവൊന്നുമില്ലായിരുന്നു, പക്ഷെ കർത്താവ് എനിക്കുള്ള കൃപ തന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് പറയുന്നത്, ദൈവം നൽകുന്ന പ്രാപ്തിക്ക് തന്നുകൊണ്ടായി പറയുന്നത്. ഞാൻ കുറെ പഠിച്ചെടുത്ത അറിവുകളല്ല, കർത്താവ് തരുന്ന പ്രാപ്തി. പൗലോസ് എന്താ പറഞ്ഞത്? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യക്തമായി പോയതുമില്ല. ആ ഭാഗം ഒന്നും എടുത്ത് പറയാം, അതായത് ആൾക്കാരും കേൾക്കാത്തൊരു ഭാഗം പോലെ തോന്നിപ്പോവുക. സ്തോത്രം. എടുത്ത് വായിച്ചാട്ടോ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 15-ന്റെ ഞാൻ പറയാം, വാക്യം ഞാൻ പറയാം, കൃത്യമായിട്ട് വാക്യം പറയാം. അതിന് മുമ്പുള്ള 1-2 വാക്യങ്ങൾ. എല്ലാവർക്കും ഒടുവിൽ എന്നുള്ളത് 8. എല്ലാവർക്കും ഒടുവിൽ
അകാല പ്രജ പോലെയുള്ള എനിക്കും. ഇതൊന്നും ആരും പ്രസംഗിക്കാറില്ല. എനിക്കറിയത്തില്ല ഇതെന്താ, ഇതൊക്കെ അവരുടെ പുസ്തകത്തിൽ ഇല്ലേ എന്നുള്ളത് എനിക്ക്. ഈ വാക്യങ്ങളൊന്നും ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നില്ല. പൗലോസ് ആരായിരുന്നു എന്ന്, ഇപ്പോഴാരായിരിക്കും, ആരും പ്രസംഗിക്കുന്നില്ല. മനസ്സിൽ തോന്നും, വായി വരുന്നതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, പ്രസംഗം ഒന്ന് പേരിടുക. ഇതല്ലേ പ്രസംഗിക്കേണ്ടത്? പൗലോസ് പറയുന്നു, കർത്താവ് എല്ലാവർക്കും ഒടുവിൽ 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. എന്താണ് ഈ അകാല പ്രജ? അകാല പ്രജ എന്ന് പറഞ്ഞാൽ എന്താ? മലയാള വാക്കിന്റെ ഇംഗ്ലീഷ് എന്താ? ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം എന്ന് 94 പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഈ പാസ്റ്റർമാർ പ്രസംഗിച്ച് വെച്ചിരിക്കുന്ന ഈ തലയിൽ കിടക്കുന്ന പുഴുക്കെല്ലാം ഇറങ്ങിപ്പോയിട്ട് നിർമ്മലമായ ദൈവവചനം തലയിൽ കയറിയപ്പോൾ ഇതൊക്കെ മനസ്സിലായത്. ന്യായപ്രമാണം കേട്ട് 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 നശിച്ചു കിടന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ. പുതിയ നിയമം പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്നാണ് ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ കർത്താവ് എനിക്ക് കൃപയാൽ പകർന്നു തന്നത്. ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അകാല പ്രജ, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച ഒരു മാംസപിണ്ഡം പോലെ ആയിരുന്നു ഞാൻ. എനിക്ക് കർത്താവ് പ്രത്യക്ഷനായി. അകാല പ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിനും യോഗ്യനല്ല. അടുത്ത, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയാണ്. അതാ ഇവിടെ പത്രോസ് പറയുന്നത്. ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണമാകട്ടെ. പിന്നെ പൗലോസാണ് പ്രസംഗത്തെ കുറിച്ച് പറയുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവരാ നിൽക്കാൻ ശ്രമിക്കുക. വചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചില്ലെങ്കിൽ ലജ്ജിച്ചു പോകും. ചിലർ നിത്യലജ്ജയ്ക്കായി എഴുന്നേറ്റ് വരും. ഉയർത്തെഴുന്നേറ്റ് നിത്യലജ്ജയ്ക്കായി ഉയർത്തെഴുന്നേറ്റ് നിത്യ നരകത്തിലേക്ക് പോകേണ്ടി വരും. വചനത്തെ കോട്ടിക്കളയരുത്, കൂട്ടിച്ചേർക്കരുത്, മറിച്ചു കളയരുത്. നമുക്ക് തോന്നിയതുപോലെ പ്രസംഗിക്കാൻ വ്യവസ്ഥയില്ല. പ്രസംഗം അപ്പോസ്തലന്മാരുടെ ഉപദേശം തന്നെയായിരിക്കണം. ഒരു വരവണ്ണം തെറ്റാൻ പാടില്ല. ഞങ്ങളെങ്ങനെ പഠിപ്പിച്ചേ? അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ പറയുന്നേ. ഒരു വരവണ്ണം തെറ്റാൻ പാടില്ല. നമുക്ക് കുറേ നല്ല ആശയങ്ങൾ ഉണ്ടാകാം, നമുക്ക് കുറേ നല്ല അറിവുകൾ ഉണ്ടാകാം, നമുക്ക് കുറേ നല്ല നല്ല തോട്ട്സുകൾ ഉണ്ടാകാം. അതൊക്കെ നല്ലത്. അതെല്ലാം കൊണ്ട് തോട്ടിക്കളഞ്ഞേക്കണം. എന്നിട്ട് ഉപദേശം അങ്ങനെ തന്നെ പ്രസംഗിക്കണം. അതാണ് ഈ ചാള പിടിച്ച് നടന്ന യോഹന്നാൻ പ്രസംഗിച്ച പ്രസംഗം. ആ എഴുതിയ ലേഖനം നമ്മൾ വായിച്ച് ഞാനതങ്ങ് നിർത്താൻ പോവുക. സ്തോത്രം. പെട്ടെന്ന് വായിച്ച് നിർത്താം ആ യോഹന്നാൻ്റെ ആ ലേഖന ഭാഗം. സമയം ഒത്തിരിയായി, 4-5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. പെട്ടെന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മളെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും. അപ്പൊ പാപമില്ലെന്ന് നമ്മൾ ആരും പറയാൻ പാടില്ല. യാക്കോബ് അപ്പോസ്തലൻ 3-ാം അധ്യായത്തിൽ പറയുന്നത്, നാം പലരും പലതിലും തെറ്റിപ്പോകും. തെറ്റുകുറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും വരാം. ഒരു വിശ്വാസിക്ക് വരാം, പാസ്റ്റർമാർക്ക് വരാം, പ്രസംഗന്മാർക്ക് വരാം, ഇന്റർനാഷണൽ പാസ്റ്റർമാർക്ക് വരാം, സെലിബ്രിറ്റി പാസ്റ്റർമാർക്ക് വരാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വചനത്തെ കോട്ടിക്കളഞ്ഞ് കൂട്ടിയേർത്ത് മറിച്ചു കളഞ്ഞ് പ്രസംഗിക്കുന്നെങ്കിൽ നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾ മൂടി വയ്ക്കാതെ അത് ദൈവത്തോട് ഏറ്റുപറയണം. അപ്പോസ്തലന്മാർ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം നിങ്ങൾ പ്രസംഗിക്കണം. നിങ്ങൾ പ്രസംഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിത്യതയിലേക്ക് ചെന്നെത്താൻ പറ്റത്തുള്ളൂ. തെറ്റുകുറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും വരാം. അപ്പോസ്തലന്മാർക്ക് തെറ്റ് വന്നിട്ടുണ്ട്. പൗലോസും ബർന്നബാസും തമ്മിൽ വാദമുണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യരാണ്, അവർ തെറ്റിപ്പോകും.
ആത്മാക്കളുടെ വീണ്ടെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ. നമ്മൾ ഈ പാപ ശരീരത്തിൽ ദുഷ്ടപിശാചിൻ്റെ നിയന്ത്രണമുള്ള ലോകത്താണ് നമ്മളായിരിക്കുന്നത്. പിശാചാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ പ്രഭു പിശാച, ഈ ലോകത്തിൻ്റെ ദൈവം പിശാച. ഈ ലോകത്തിൻ്റെ ഭരണചക്രം മോദിയാണെങ്കിലും ട്രംപ് ആണെങ്കിലും അതിൻ്റെ ഇന്നറായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താനാ. സാത്താൻ ഭൗതിക അനുഗ്രഹങ്ങൾ വാരി കോരി കൊടുത്ത് പാസ്റ്റർമാരെ ഈ പത്യവചനം പ്രസംഗിക്കേണ്ട സ്ഥാനത്ത് ദുരുപദേശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭകളിൽ പഠിപ്പിക്കുക. പത്രോസ്, പൗലോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ എഴുതിയ ഉപദേശം പഠിപ്പിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ 2 തെസ്സലോനിക്കർ 2:15 ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണത്തെ മുറുകെ പിടിക്കുക. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. 1 കൊരിന്ത്യർ 14:37 അതറിയുന്നില്ലെങ്കിൽ അറിയാതിരിക്കട്ടെ. പൗലൂസ് എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർ തന്ന കൽപ്പനകൾ, സ്തോത്രം, പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും കർത്താവിൻ്റെ ഇഷ്ടവുമായവൻ തന്ന കൽപ്പന, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും കർത്താവ് തന്ന കൽപ്പന അപ്പോസ്തലന്മാരെ ബലമേൽപ്പിച്ചു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ എല്ലാ ദൈവമക്കളും വായിച്ചു പഠിക്കണം. 17-ാം അധ്യായം 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വേഗത്തിൽ മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പ്രസംഗം നിർത്താനായിട്ട് താല്പര്യപ്പെടുക. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് ഉപദേശം, സ്തോത്രം, കൈമാറ്റം ചെയ്യപ്പെടുന്നത്. സ്തോത്രം. നീ 6-ാം വാക്യം, നീ ലോകത്തിൽ നിന്ന് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരാകുന്നു, നീ അവരെ എനിക്ക് തന്നു. അപ്പോൾ പിതാവ് തിരഞ്ഞെടുത്ത് പുത്രന് കൊടുത്തു, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കലാകുന്നുവെന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്നവർ സത്യമായി അറിഞ്ഞും നീ അവരെ അയച്ചുവെന്നും വിശ്വസിച്ചുമിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകയാൽ, അല്ല, കണ്ട് നോക്കിയേ, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്രയും ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതുമാകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു. ഞാൻ ഇനി ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ അവരെ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്താൽ അവരെ കാത്തുകൊള്ളണമേ. ഞാൻ അവരോടുകൂടി ഇരുന്നപ്പോൾ എനിക്ക് തന്നിരുന്ന നിൻ്റെ നാമത്തിൽ ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. കാരണം അവർ പോയാൽ വചനം പോവും. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയില്ല. യൂദ പോയ സ്ഥാനത്താണ് പിതാവ് പൗലോസിനെ തിരഞ്ഞെടുത്തു എന്നാണ് വേദപണ്ഡിതന്മാർ നല്ലൊരു ശതമാനം അവകാശപ്പെടുന്നത്. ഇപ്പോഴോ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. നിൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക്കൊണ്ട് ലോകം അവരെ, അപ്പോൾ ശിഷ്യന്മാരെ പകച്ചത് അവർ ലോപ്രകാരം ജീവിക്കാത്തതുകൊണ്ടാണ്. ഇന്ന് ലോപ്രകാരം ജീവിക്കുന്നുണ്ടാണ് നമ്മളെ ആരെ പകയ്ക്കാത്തത്. മനസ്സിലായല്ലോ? അടുത്ത അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിലപ്പെടാതുകൊണ്ട് അവരെ കാത്തു. അല്ല, ദുഷ്ടൻ്റെ കയ്യിലപ്പെട്ട വചനം അവരിൽ ഫലമേൽപ്പിച്ചു, അവർ പോയാൽ വചനം പോയി. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എന്നത്രയും ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും, കർത്താവ് അവരെക്കുറിച്ച് സാക്ഷ്യം പറയുക. ഇതുപോലെ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. അവർ ലൗകികനല്ലാത്ത പോലെ, ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും. ഈ ലോകപ്രകാരം അവർ ജീവിച്ചില്ല. ഈ ലോകത്തിലെ മന്ത്രിയാകാനും MLA ആകാനും ഒരു പോയില്ല. ദാസന്മാർക്ക് ദൂത് എവിടെ നിന്ന് കിട്ടി? സാത്താനിൽ നിന്ന് കിട്ടി. സ്തോത്രം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. സ്തോത്രം. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, വായിച്ച ബാക്കി, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ്
പിതാവിനോട് അപേക്ഷിച്ചു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടിയും, പ്രിയപ്പെട്ടവരായ വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബിൽ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് അപേക്ഷിച്ചു. അത് നിങ്ങൾ വിശ്വസിക്കുക. ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്, പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നതിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. 42 പ്രാവശ്യം അവർക്ക്, അവരുടെ, അവരെ, അവരിൽ എന്ന പദം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 42ഓളം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം അപ്പോസ്തലന്മാരുടെ പ്രത്യേകതയാണ്. പഴയ നിയമ വിശുദ്ധന്മാരെ പോലെ അല്ല ഇവരെ. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തിട്ട് ആ വീണ്ടെടുപ്പിൻ്റെ സന്ദേശം ലോകത്തിന് കൊടുക്കുവാൻ ദൈവം ഫലമേൽപ്പിച്ച ആദിമ അപ്പോസ്തലന്മാർക്ക് അവർക്ക് ഡിഗ്രികളൊന്നുമില്ല. അവർക്ക് ചാള പിടിച്ച് നടന്ന ഡിഗ്രിയേ ഉള്ളൂ. അവർക്ക് ഗലീലക്കടലിൻ്റെ ആഴം, നീളം, വീതി മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഈ സ്വർഗീയമായ വചനങ്ങൾ ദൈവം അവരെയാണ് ഫലമേൽപ്പിച്ചത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. അത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതെന്ന് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനോടുമാകുന്നു. അപ്പം നമ്മുടെ കൂട്ടായ്മയും അത് തന്നെയായിരിക്കണം. ആ കൂട്ടായ്മ അതിൻ്റെതായ വ്യവസ്ഥ പ്രകാരമായിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. ഇല്ലെങ്കിൽ നമ്മുടെ സന്തോഷം ഒരിക്കലും പൂർണ്ണമാകത്തില്ല. ഈ ലോകം തരുന്ന സന്തോഷവും ഈ ലോകം തരുന്ന സമാധാനവും ദൈവമക്കൾക്ക് ഒരിക്കലും ഗുണമാകത്തില്ല. അതുകൊണ്ട് കർത്താവിൽ നിന്നുള്ള സന്തോഷം പ്രാപിച്ച്, കർത്താവിൻ്റെ സമാധാനം പ്രാപിച്ച്, ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത് പ്രാപിച്ച് ഈ 1 യോഹന്നാൻ 1 യോഹന്നാൻ 1 അധ്യായം ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച്, ഇത് കേട്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ 1-2 പ്രാവശ്യം വെച്ച് കേട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചേ കർത്താവിൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കി വേഗം വരുന്ന കർത്താവിനെതിരേൽപ്പാൻ ഈ വചനങ്ങൾ മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം.